നമസ്തേ. നമ്മൾ ഭൂതകാലത്തിൻ്റെ ക്രിയാരൂപങ്ങൾ കുറച്ച് കണ്ടു. ഇപ്പം നമുക്ക് ഭവിഷ്യത് കാലത്തിൻ്റെ, ഇനി വരാൻ പോകുന്ന കാലത്തിൻ്റെ കുറച്ച് രൂപങ്ങൾ നോക്കാം. ഒരു കഥയിലൂടെ ജന്തുശാലാഗമനം, ജന്തുശാലയിലേക്കുള്ള പോക്ക്, ഗമനം. സുരേഷഃ മിത്രൈഃ സഹ ശ്വഃ ജന്തുശാലാം ഗമിഷ്യതി. സുരേഷൻ മിത്രൈഃ സഹ, മിത്രന്മാരോട് കൂടെ, മിത്രൈഃ സഹ, കൂടെ, സഹ എന്ന് പറയുന്നത് കൂടെ. അപ്പൊ ഈ കൂടെ എന്നുള്ള പദത്തിന്റെ കൂടെ വരുന്നത് തൃതീയ വിഭക്തിയാണല്ലോ. മിത്രൈഹി തൃതീയ വിഭക്തിയുടെ ബഹുവചന രൂപമാണ്. അപ്പൊ ഞാൻ അഹം രാമേണ സഹ ഗച്ഛാമി, ഞാൻ രാമനോട് കൂടെ പോകുന്നു. രാമേണ, അതും തൃതീയ. ഈ സഹ വരുമ്പോൾ രാമേണ, തൃതീയ വിഭക്തി. മിത്രൈഹി സഹ, മിത്രന്മാരോട് കൂടെ. അഹം ശിവേന സഹ മന്ദിരം ഗച്ഛാമി, ഞാൻ ശിവന്റെ കൂടെ മന്ദിരത്തിൽ പോകുന്നു. മിത്രൈഹി സഹ, സുരേഷൻ മിത്രന്മാരോട് കൂടെ. ശ്വഃ, ശ്വഃ എന്താണ് നമ്മൾ കണ്ടു, ശ്വഃ നാളെ. ജന്തുശാലാം, ജന്തുശാലയിലേക്ക്. ഗമിഷ്യതി പോകും, ഗമിഷ്യതി. ഗച്ഛതി പോകുന്നു, ഗമിഷ്യതി പോകും, ഗമിഷ്യതി. ശ്വഃ തത്ര കിം കിം സംഭവിഷ്യതി ഇതി അധുനാ ഏവ ഭാവനാം കരോതി. ശ്വഃ നാളെ, തത്ര അവിടെ, തത്ര അവിടെ, തത്ര ഒരു അവ്യയമാണല്ലോ. തത്ര അവിടെ, കിം കിം എന്തൊക്കെയാണ്, സംഭവിഷ്യതി സംഭവിക്കും, ഇതി എന്ന്, അധുന ഇപ്പോൾ, അധുന ഇപ്പോൾ, ഭാവനാം കരോതി ഭാവന ചെയ്യുന്നു, കരോതി ചെയ്യുന്നു. അധുന ഏവ ഇപ്പോൾ തന്നെ ഭാവന ചെയ്യുന്നു. സംഭവതി സംഭവിഷ്യതി, സംഭവതി സംഭവിക്കുന്നു. അതിൻ്റെ ഭാവി ഇതാണ് സംഭവിഷ്യതി. പിന്നെ ആലോചനയാണ്, ഭാവനയാണ് ഇനി പറയാൻ പോകുന്നത്. ശ്വഃ ദശവാദനെ ജന്തുശാലായാഃ ഉദ്ഘാടനം ഭവിഷ്യതി. ശ്വഃ നാളെ, ദശവാദനെ 10 മണിക്ക്, വാദനെ 10 മണിക്ക്, ജന്തുശാലായാഃ ജന്തുശാലയുടെ, ശാലായാഃ ആകാരാന്ത ശബ്ദമാണ്. അതിൻ്റെ എന്ത് വിഭക്തിയാണ്, ഷഷ്ഠി വിഭക്തി. ജന്തുശാലയുടെ ഉദ്ഘാടനം, ഉദ്ഘാടനം. ഭവിഷ്യതി നടക്കും, ഭവതി ഭവിഷ്യതി. വയം സാർദ്ധനവവാദനെ ഏവ തത്ര പ്രാപ്സ്യാമഃ. 10 മണിക്കാണ് ഉദ്ഘാടനം. അപ്പം വയം നമ്മൾ 9:30 മണിക്ക് തന്നെ, 9:30 സാർദ്ധനവവാദനെ ഏവ 9 മണിക്ക് തന്നെ, തത്ര അവിടെ, പ്രാപ്സ്യാമഃ, അത് പ്രാപ്നോമി എന്നുള്ളതിൻ്റെ പ്രാപ്സ്യാമഃ, പ്രാപ്നുമഃ. വയം എന്ന് പറയുമ്പോൾ പ്രാപ്നുമഃ, പ്രാപ്നോതി എന്നുള്ളതിൻ്റെ വയം എന്ന് പറയുമ്പോൾ പ്രാപ്നുമഃ, പ്രാപ്സ്യാമഃ അതിൻ്റെ ഭവിഷ്യത്, ഭാവി, നമ്മൾ പ്രാപിക്കും. ആദൗ വയം വാനരാൻ ദ്രക്ഷ്യാമഃ. ആദൗ തുടക്കത്തിൽ, സ്റ്റാർട്ടിങ്ങിൽ വയം നമ്മൾ, വാനരാൻ വാനരന്മാരെ, ദ്രക്ഷ്യാമഃ കാണാം. ആദൗ ആദിയിൽ, തുടക്കത്തിൽ, ദ്രക്ഷ്യാമഃ കാണും.
പശ്യാമ എന്നുള്ളതിൻ്റെ ഭാവി. ദ്രക്ഷ്യാമഹ. എവിടെയായിരിക്കും വാനരന്മാര്? തേ വൃക്ഷേഷു പഞ്ചരേഷു ച ക്രീഡിഷ്യന്തി. തേ അവരെ വാനരന്മാര് വൃക്ഷേഷു വൃക്ഷങ്ങളിൽ, വൃക്ഷേഷു വൃക്ഷങ്ങളിൽ, പിന്നീടോ പഞ്ചരേഷു, പഞ്ചരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാക്കിയിരിക്കുന്ന കൂട്, കൂടുകളിലും എന്ത് ചെയ്യും? ക്രീഡിഷ്യന്തി കളിക്കും. ക്രീഡിഷ്യന്തി, ക്രീഡതി, ക്രീഡിഷ്യന്തി. ഇനി ഞാൻ ഭാവി കാലം മാത്രം എഴുതും. ക്രീഡിഷ്യന്തി, ക്രീഡിഷ്യന്തി. കേചന വൃക്ഷാത് അവതരിഷ്യതി, അവതരിഷ്യന്തി. കേചന എന്ന് വെച്ചാൽ കുറച്ച് വാനരന്മാര് വൃക്ഷാത്ത് വൃക്ഷത്തിൽ നിന്നും അവതരിഷ്യന്തി അവതരിക്കും. അവതരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാനര അവതാരമല്ല, നമ്മുടെ ദശാവതാരം പോലെ അങ്ങനെയല്ല, താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ അവതരിഷ്യന്തി, അവതരിഷ്യന്തി താഴേക്ക് ഇറങ്ങി വരും. കേചന ധാവിഷ്യന്തി. ഇതിന്റെ രൂപങ്ങൾ നമ്മൾ PDF തരാം, അതുകൊണ്ട് ബാക്കിയൊന്നും എഴുതുന്നില്ല, കേട്ടാ മതി. ധാവതി, ധാവിഷ്യന്തി, ധാവന്തി, ധാവിഷ്യന്തി. അപ്പൊ ധാവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുകയാണല്ലോ. അപ്പൊ ചിലരെന്ത് ചെയ്യുന്നു? ചിലര് ഓടും. അന്യേ കേചന പരസ്പരം കോലാഹലം കരിഷ്യന്തി. അന്യേ കേചന ബാക്കി ചിലര് പരസ്പരം കോലാഹലം, പരസ്പരം എന്ത് ചെയ്യുന്നു? കോലാഹലം കരിഷ്യന്തി ചെയ്യും. അഹം വാനരായ ഫലം ദാസ്യാമി. ഞാൻ വാനരായ വാനരന് വേണ്ടി ഫലം പഴം ദാസ്യാമി കൊടുക്കും. ദാസ്യാമി കൊടുക്കും. സഹ സാനന്ദം തത് ഖാദിഷ്യതി. സഹ വാനരൻ എന്ത് ചെയ്യുന്നു? സാനന്ദം ആനന്ദത്തോടുകൂടി തത് ആ ഫലത്തിനെ ഖാദിഷ്യന്തി, ഖാദന്തി, ഖാദിഷ്യന്തി കഴിക്കും. തത് ദൃഷ്ട്വാ സർവേ ആനന്ദിഷ്യന്തി. തത് ദൃഷ്ട്വാ അത് കണ്ടിട്ട്, ദൃഷ്ട്വാ അപൂർണ ക്രിയയാണ്, കണ്ടിട്ട് സർവേ എല്ലാവരും ആനന്ദിഷ്യന്തി, ആനന്ദന്തി, ആനന്ദിഷ്യന്തി ആനന്ദിക്കും. തതഃ വയം അഗ്രേ ചലിഷ്യാമഹ. ചലാമഹ, ചലിഷ്യാമഹ പോകും. എവിടേക്ക് പോകും? മുന്നോട്ട് പോകും. അഗ്രേ വയം നമ്മളെല്ലാവരും. എവിടെ നിന്ന്? അവിടെ നിന്ന്. നമ്മൾ വാനരന്മാരുടെ അടുത്തായിരുന്നല്ലോ. അപ്പൊ തതഃ അവിടെ നിന്ന്. തത്ര സിംഹഃ ഇതഃ തതഃ അടിഷ്യന്തി. തത്ര അവിടെ സിംഹഃ സിംഹം എന്ത് ചെയ്യുന്നു? ഇതഃ തതഃ അപ്പുറത്തും ഇപ്പുറത്തും. സിംഹം അങ്ങനെയാണല്ലോ, രാജാവിനെ പോലെ. ഈ നമ്മുടെ സിനിമകളിലൊക്കെ കാണിക്കുന്നു, രാജാവിനെ കാണിക്കുന്നു, രാജാവ് കൈ ഇങ്ങനെ പുറകിൽ കെട്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മെല്ലെ നടക്കും അല്ലേ. ഞാൻ ആലോചിക്കുകയാണല്ലോ, പല ആലോചനകളാണല്ലോ, എന്തൊക്കെയാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. അതേപോലെ സിംഹം കാട്ടിലെ രാജാവായതുകൊണ്ട് പല പല ആലോചനകൾ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നടക്കും. അട്ടിഷ്യതി, അടതി, അടതി പര്യടനം, തീർത്ഥാടനം, അടനം ചെയ്യുക. അപ്പോൾ അടിഷ്യന്തി നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഭാവി. സഹ ഉച്ചൈഹി ഗർജിഷ്യതി. സിംഹം ഉച്ചൈഹി ഉച്ചത്തില് ഗർജിഷ്യതി ഗർജിക്കും. ഗർജതി, ഗർജിഷ്യതി. സമീപസ്ഥേ പഞ്ചരെ വ്യാഗ്രഹ ഭവിഷ്യതി. സമീപസ്ഥേ സമീപത്തിലുള്ള പഞ്ചരേ കൂട്ടില് വ്യാഗ്രഹ ഭവിഷ്യതി പുലി ഉണ്ടാകും. ഭവതി ഭവിഷ്യതി ഉണ്ടാകും. സഹ മാംസം ഖാദിഷ്യതി. ഇതെല്ലാം ഭാവനയാണ്. സഹ ആ പുലി മാംസം തിന്നും, കഴിക്കും. ഖാദതി, ഖാദിഷ്യതി. കിഞ്ചിത് അഗ്രേ വൃക്കാഹ ശൃഗാലാഹ ച ഭവിഷ്യന്തി. കിഞ്ചിത് അഗ്രേ കുറച്ച് മുന്നോട്ട് വൃക്കാഹ ഈ വൂൾഫുകൾ, വൂൾഫിന് എന്താ പറയാ നമ്മള്? കുറുക്കൻ. ശൃഗാലാഹ ജാക്കോൾ നരിയായിരിക്കും അല്ലെ. അവരും ഉണ്ടാകും. ഭവിഷ്യന്തി ഉണ്ടാകും. ഭവന്തി ഭവിഷ്യന്തി. ഹരിണാഹ തൃണം ചരിഷ്യന്തി. ഹരിണാഹ മാനുകൾ. ഹരിണാഹ തൃണം പുല്ല് മേയും. പുല്ലിനിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കും. ചരിഷ്യതി, ചരന്തി, ചരിഷ്യന്തി. ശശകാഹ ഭ്രമിഷ്യന്തി. ശശകാഹ മുയലുകള് അവിടെ ഭ്രമിഷ്യന്തി, ഭ്രമണം ചെയ്യും. മുയൽ അങ്ങനെയാണല്ലോ, സ്പീഡ് മൂവ്മെന്റ്സ് ആണല്ലോ അല്ലെ. വേഗം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഭ്രമണം ചെയ്യുക. ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. ഭ്രമന്തി, ഭ്രമിഷ്യന്തി. ശുകാഹ പികാഹ ച ഗാസ്യന്തി.
ശുകാഹ തത്തകള്, പിക്കാഹ കുയിലുകളും എന്ത് ചെയ്യുന്നു? ഗാസ്യന്തി, ഗാനം ചെയ്യും. ഗാസ്യന്തി. ഗായതി, ഗാസ്യന്തി. മയൂരാഹ നർത്തിഷ്യന്തി. മയൂരങ്ങള് എന്ത് ചെയ്യും? ഡാൻസ് ചെയ്യും. തേ സർവേഷാം മനഃ ഹരിഷ്യന്തി. തേ മയൂരങ്ങള് സർവേഷാം എല്ലാവരുടെയും മനഃ മനസ്സിനെ ഹരിഷ്യന്തി ഹരിച്ചു കൊണ്ടുപോകും. ഹരിഷ്യന്തി ഹരന്തി ഹരിഷ്യന്തി. സർവാൻ ജന്തൂൻ ദൃഷ്ട്വാ ആനന്ദഃ ഭവിഷ്യതി. സർവാൻ ജന്തൂൻ എല്ലാ ജന്തുക്കളെയും ദൃഷ്ട്വാ കണ്ടിട്ട് ആനന്ദഃ ഭവിഷ്യതി ആനന്ദം ഭവിക്കും. ഭവതി ഭവിഷ്യതി. പക്ഷെ ലാസ്റ്റ് സ്റ്റോറിയുടെ ലാസ്റ്റ് ഒരു സെന്റൻസ് അതാണ് അതിൻ്റെ ഇത്. തഥാപി അസ്വതന്ത്രാണാം തേഷാം ദുർവിധിം ചിന്തയിത്വാ മാനസേ ഖേദഃ ഭവിഷ്യതി. എന്താണ്? തഥാപി. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്നാൽ കൂടിയും, തഥാപി എന്നാൽ കൂടിയും, അസ്വതന്ത്രാണാം തേഷാം അസ്വതന്ത്രന്മാരായ അവരുടെ, തേഷാം അവരുടെ, എല്ലാം സ്വാതന്ത്ര്യമില്ലല്ലോ അവര്. ദുർവിധിം ചിന്തയിത്വാ ദുർവിധിയെ ചിന്തിച്ചിട്ട്, ചിന്തയിത്വാ ചിന്തിച്ചിട്ട്, മാനസേ മനസ്സിൽ, മാനസേ മനസ്സിൽ, ഖേദഃ ഭവിഷ്യതി ദുഃഖം ഭവിക്കും. ഭവിഷ്യതി ഭവതി ഭവിഷ്യതി ദുഃഖം ഭവിക്കും. അവസാനത്തെ ഒരു ശ്ലോകമാണ്, ശ്ലോകമല്ല ഒരു വരികൾ. ബന്ധുര കാഞ്ചന പഞ്ചരേ ചേദപി ബന്ധനം ബന്ധനമേവ ലോകേ. ഇതെല്ലാവർക്കും അറിയാലോ അല്ലെ. ബന്ധുര നല്ല രസകരമായ, കാഞ്ചന സ്വർണം കൊണ്ടുണ്ടാക്കിയ, പഞ്ചരേ കൂട്ടില്, ചേദപി ആണെങ്കിലും, ബന്ധനം ബന്ധനമേവ ലോകേ. ബന്ധനം ബന്ധനം തന്നെയാണ്. ഇവരൊക്കെ സുന്ദരമായ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്, എല്ലാം കാണുന്നില്ല, നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ബന്ധനം ബന്ധനം തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു ഭൂതകാലത്തില് ക്രിയയുടെ മുന്നിൽ ആ വന്നു കഴിഞ്ഞാൽ അത് പൊതുവേ ഭൂതകാലമാണ്. അതേപോലെ ഭവിഷ്യത് കാലത്തിന് ഒരു ടെക്നിക്ക് ഉണ്ട്, ഒരു സൂത്രപണി. എന്താണ്? ഇവിടെ നോക്കിയാൽ ശ്യാ 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 വരുന്നുണ്ട് കണ്ടോ. ഗച്ഛതി ഗമിഷ്യതി, സംഭവതി സംഭവിഷ്യതി, ഭവതി ഭവിഷ്യതി, ക്രീഡിഷ്യന്തി. അപ്പൊ ശ്യാ ശ്യാ വരും. അല്ലെങ്കിൽ ഇവിടെ നോക്കൂ, പ്രാപ്സ്യാമഹ സ്യ, ഗാസ്യന്തി സ്യ വരും. ഒന്നില്ലെങ്കിൽ ഷ്യ, ഇല്ലെങ്കിൽ സ്യ, ഇല്ലെങ്കിൽ ക്ഷ്യ വരും. ദ്രക്ഷ്യാമഹ, ദ്രക്ഷ്യാമഹ, ഈ ക്ഷ്യ. അപ്പൊ ഇത് ഓർത്താൽ മതി. ഈ രൂപങ്ങൾ വരികയാണെങ്കിൽ പൊതുവേ എന്താണ്? ഭവിഷ്യത് കാലമാണ്. ഒന്നാമത് ഷ്യ, രണ്ടാമത് സ്യ അല്ലെങ്കിൽ ക്ഷ്യ. അപ്പൊ ഇതിന്റെ രൂപങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പുസ്തകങ്ങളൊക്കെ മേടിക്കുമ്പോൾ സിദ്ധരൂപം മേടിച്ചു കഴിഞ്ഞാൽ ഈ രൂപങ്ങളെല്ലാം അതിലുണ്ടാവും. ഭൂതകാലം, വർത്തമാനം, ഭാവി, പ്രാർത്ഥനാർത്ഥേ, ഇനിയും നമ്മൾ കാണാനുണ്ട്, അതെല്ലാം അതിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കണമെങ്കിൽ ദിവസവും നമ്മൾ പാരായണം ചെയ്താൽ മതി. കുറച്ചായിട്ട് നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പോൾ വേറൊരു ഇതിൻ്റെ തന്നെ വേറെ ഉദാഹരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ